നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഹോം സ്ക്രീനിൽ ഏതെങ്കിലും ഒരു കാലിയായി കിടക്കുന്ന ഭാഗത്തായിരിക്കണം ഈ ട്രിക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ ലോങ് പ്രസ് ചെയ്യാം. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഒരു ഓപ്ഷനാണ് ഈ വിഡ്ജ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഇതിൽ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ ഉണ്ട്. അതുമാത്രമല്ല, ഡിവൈസ് അനുസരിച്ച് പല വെറൈറ്റി സാധനങ്ങൾ അതിലുണ്ടാകും. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ വിഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഷോർട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്താക്കണം, ഷോർട്സ് കാണണമെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പോയി ഇതുപോലെ ഷോർട്സ് ഫീഡിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ അടങ്ങിയ ഒരു ഫീച്ചറാണ് ഞാൻ കാണിച്ചു തരാം. അറിയാത്തവർ മാത്രം വീഡിയോ കണ്ടാൽ മതി. ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഈ വിഡ്ജ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫീച്ചറാണ് നിങ്ങൾക്കുള്ളത്. അതായത് ചില മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്തിട്ടും ഒരുപാട് ഫീച്ചറുകൾ എനേബിൾ ആക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഒരു ഷോർട്ട് കട്ടാണെന്ന്. അതിനൊരു ഉദാഹരണത്തിന് ഏറ്റവും താഴോട്ട് പോയാൽ നിങ്ങൾക്കിവിടെ ഒരു ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബ് തന്നെയുണ്ട്. ഈ യൂട്യൂബ് എന്ന ഈ ഒരു വിഡ്ജ് ഞാനിപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിതിൻ്റെ പൊസിഷൻ കറക്റ്റാക്കാം. ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഏത് സ്ക്രീനിലേക്കാണോ മാറ്റേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് ഇതുപോലെ വിഡ്ജ് തയ്യാറാക്കി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ പറഞ്ഞു ഷോർട്ടൊക്കെ കാണണമെങ്കിൽ ഇതുപോലെ ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ നേരെ ഷോർട്സ് വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇപ്പം നെറ്റ് ഞാൻ സ്ലോ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാന ഉപയോഗം. ഇനി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. വീണ്ടും ഒന്നുകൂടി ഇതുപോലെ വിഡ്ജ് ഞാൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട്. നിങ്ങളുടെ ഡിവൈസ് നല്ല ആൻഡ്രോയിഡ് 15, 16 ഒക്കെ മുകളിലാണെങ്കിൽ ഒരുപാട് ഫീച്ചറുകൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ഒരു ഉദാഹരണത്തിന് മറ്റൊന്ന് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണാൻ സാധിക്കും ജിമിനി. ഈ ജിമിനി എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു മൊബൈൽ ഫോണിൽ ജിമിനി ആപ്ലിക്കേഷനേ ഇല്ല. പക്ഷേ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പൊസിഷൻ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ ജിമിനി ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒട്ടുമിക്ക ഫീച്ചറുകൾ അടങ്ങിയ ഒരു ഓപ്ഷനാണ്. വീണ്ടും വിഡ്ജിൽ ഞാൻ പോയാൽ അവിടെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതൊക്കെയാണ് ഉള്ളത്. ഒരു ഉദാഹരണത്തിന് ഇവിടെ ക്രോമും കൂടി സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സെലക്ട് ചെയ്ത് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും ഈ ഒരു പ്രധാന കാര്യങ്ങൾ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷനൊക്കെ റെഡിയാക്കി വെക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വലുപ്പം കാര്യങ്ങളൊക്കെ കൂട്ടാനൊക്കെ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഉപകാരപ്പെട്ടെന്നുള്ളതിൻ്റെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്.